ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയാലോ. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇന്ന വെജിറ്റബിൾസ് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ്. അതിലേക്ക് 4-5 ബീൻസ് എടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ക്യാരറ്റ് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും കാര്യങ്ങൾക്കായിട്ടൊരു 3/4 കപ്പ് തേങ്ങ ചിരവിയത് വേണം. പിന്നെ ഒരു 10 കാഷ്നട്ട് വേണം. കാഷ്നട്ട് ഞാൻ എടുത്തു വെച്ചിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് വെച്ചിട്ടാണ് കുറുമ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ പീസുകളല്ല, ചെറിയ ക്യൂബ്സ് ആയിട്ട് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചെറിയ പീസുകളായിട്ട് ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീൻസ് ഇത്രയുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കുമ്പോൾ ഞാനൊരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ചെറിയൊരളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 3 ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പട്ടയും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബീൻസ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ സവോള വേണമെങ്കിൽ സവോള ചേർക്കാം. ഞാനിപ്പോൾ സവോളയും ചേർക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കുറുമ. സവോള ചേർക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവോളയും ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും കൂടെ തന്നെ ചേർക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ 3 പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം സമയമൊന്നും എടുക്കില്ല. ഒരുപാട് എണ്ണയും വേണ്ട കേട്ടോ. നമുക്ക് കുറച്ച് എണ്ണ മതി. ഇനി നമുക്കിതിലേക്ക് ഈ വെജിറ്റബിൾസ് കുക്കാവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇനി ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഉപ്പും ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ അടച്ചു വയ്ക്കാം. ഒറ്റ വിസിൽ കംപ്ലീറ്റ് പ്രഷർ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. ഈ സമയത്ത് നമ്മുടെ അരപ്പിൻ്റെ കാര്യങ്ങളും കൂടി നോക്കാം. ഇപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ ഫെന്നൽ സീഡ്സ്, വലിയ ജീരകം, പിന്നെ ഒരു 10 കാഷ്യൂനട്ട് ഇത്രയും ചേർത്തിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ തേങ്ങയും കാഷ്യൂനട്ടും ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കുക്കർ പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. വളരെ ചെറിയ അളവിലേ ഞാൻ വെള്ളം ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളച്ച് ഒന്ന് കുറുകി വരണം. കാഷ്യൂനട്ടൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ വേഗം തിളച്ച് കുറുകി വരും. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമ റെസിപ്പിയാണ്. വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും കയ്യിലില്ലെങ്കിലും ക്യാരറ്റും
ഗ്രീൻ പീസോ അല്ലെങ്കിൽ ക്യാരറ്റും ബീൻസോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിലും ഇതുപോലെ എളുപ്പത്തിലൊരു കുറുമ ഉണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമ്മുടെ ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കുറുമ ദാ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കുറുകി പോകണ്ടെന്ന് വെച്ചാൽ ചൂട് മാറും തോറും കുറുകി വരും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നും ആഡ് ചെയ്യാനില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറുമയുടെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാനിൻ്റെ ചൂടുകൊണ്ട് വീണ്ടും തിളക്കരുതല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്ന്. അതുപോലെ തന്നെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കൂടുതലാണ് എന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനുമായിട്ട് ലാസ്റ്റ് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.